ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താണ് രാവിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട് അച്ഛാ. അച്ഛനൊന്ന് ഇടപെട്ടേ പറ്റൂ. മോള് കാര്യം പറ. എത്രയും പെട്ടെന്ന് മനോജിന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണം. ഇതെന്തോ ഇപ്പൊ എങ്ങനെ? മനോജ്, നീ ഇവിടെ വന്നിരിക്കുവാണോ? നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? അച്ഛനെയും അമ്മയും നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് പിന്നെ മനോജ്, നിന്നെക്കാൾ കൂടുതൽ അച്ഛനും അമ്മയും സ്നേഹിച്ചിരുന്നവളാ ഞാൻ. എന്റെ അച്ഛന്റെ വീക്ക്നെസ് ഇപ്പോഴും ഈ മോള. അങ്ങനെയുള്ള ഞാനാ അവരുടെ എല്ലാ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നത്. അതൊന്നും നീ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കാണിക്കുമ്പോ മറന്നു പോരുത്. ഹരിതേ, നീ ഈ പറഞ്ഞ ചീപ്പ് സെന്റിമെന്റ്സ് കൊണ്ട് നാളുകളായി ഉറക്കം നഷ്ടപ്പെടുത്തി നടക്കുന്നവനൊന്നും അല്ല മനോജ്. അച്ഛനെ അമ്മയെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടം പണത്തിനോടാ. പണോ? അത് ഇവരുമായിട്ട് എന്താ ബന്ധം? ഉറക്കം നഷ്ടപ്പെട്ട് നിനക്ക് വട്ടായോ? എന്റെ അച്ഛനും അമ്മയും കാണാതായതും പണവുമായി എന്താ ബന്ധം എന്നല്ലേ ഹരിത ചിന്തിക്കുന്നത്? അതെ. ദരിദ്രനാരായണന്റെ പാലായനവും സമ്പത്തുമായിട്ടുള്ള ബന്ധം തന്നെയാ എനിക്ക് അറിയേണ്ടത്. അച്ഛൻ പെൻഷനായപ്പോ ഒരു കൂട്ടുകാരന് 10 ലക്ഷം രൂപ കടം കൊടുത്തിരുന്നു. ആ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ അയാളുടെ മകൻ ഈ അടുത്ത് അച്ഛനെ തേടി വന്ന് പലിശ സഹിതം പണം അച്ഛനെ ഏൽപ്പിച്ചെന്നാ ഞാൻ അറിഞ്ഞത്. ഇത് സത്യമാണോ? അച്ഛൻ 10 ലക്ഷം രൂപ കൂട്ടുകാരന് കടം കൊടുത്തതും അത് നഷ്ടപ്പെട്ടതും നിനക്കറിയാവുന്നതല്ലേ? അതറിയാം. എങ്കിൽ ഇതും ശരിയാ. അതവിടെ നിൽക്കട്ടെ, അത് ലക്ഷ്യത്തിന്റെ കണക്ക്. വേറെയും കണക്കുകളുണ്ട്. വേറെ കണക്കോ? അതെന്താ കണക്ക്? അമ്മ കോവിലകത്തെയാന്നറിയാലോ. അതിനിപ്പ എന്താ? അമ്മ കോവിലകത്ത് നിന്നും ഈ പറയുന്ന ദരിദ്രനാരായണനായ എന്റെ അച്ഛൻ മാധവൻ നായർക്കൊപ്പം ഇറങ്ങി തിരിച്ച കഥയും നിനക്കറിയാവുന്നതല്ലേ? അറിയാം മനോജ്. ആ കൊട്ടാരത്തേക്കാ വലിയ 3 നില മാളിക പണിത് അതിന്റെ പാല് കാശലിന് കോവിലകത്തുള്ളവരെ ക്ഷണിക്കുമെന്ന് വെല്ലുവിളിച്ച കഥയും നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെന്താ ഇപ്പോ? അമ്മയെ പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണ് വെറും ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോ വെറുതെ ഇങ്ങനൊരു വെല്ലുവിളി നടത്തുവോ? അതും രാജരക്തമൊഴുകുന്ന ചന്ദ്രിക വർമ്മ. നീ രാവിലെ വലിയ ബിൽഡപ്പ് കൊടുക്കാൻ നിൽക്കാതെ കാര്യം പറഞ്ഞേ. ഹരിതേ, അമ്മ അച്ഛന്റെ കയ്യും പിടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ 3 നില കെട്ടിടം പണിയാനുള്ള ആഭരണങ്ങൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ നിനക്ക് പണിത് വെച്ചിരിക്കുന്ന ചെമ്പ് കലർത്തിയ 2.25 ചക്രത്തിന്റെ സ്വർണം അല്ല, പവിഴവും മരതകവും ഡയമണ്ടും ഒക്കെ പതിപ്പിച്ച കോടിക്കണക്കിന് വില വരുന്ന ട്രഡീഷണൽ ആഭരണങ്ങൾ. സത്യമാണോ മനോജ്? സത്യമാണെങ്കിൽ അതമ്മ ഏൽപ്പിച്ചിരിക്കുന്നത് സുചിത്രയുടെ കയ്യിലായിരിക്കും. അപ്പോ കാണാതെ പോയ അച്ഛനും അമ്മയും തിരികെ വന്നില്ലെങ്കിൽ ആർക്കാ അതുകൊണ്ട് പ്രയോജനം? നീയൊന്ന് ആലോചിച്ചു നോക്ക്. എനിക്ക് ബിസിനസ് ചെയ്യാൻ പൈസ തരാന്ന് പ്രകാശേട്ടൻ നിന്റെ അച്ഛനോട് പറഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത്? ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നിനക്ക് ഊഹിച്ചുകൂടെ പ്രകാശേട്ടൻ എന്തോ നിധി കിട്ടിയിട്ടുണ്ടെന്ന്? നിന്റെ അച്ഛനെ പേടിച്ചിട്ടാണ് അയാളത് സമ്മതിച്ചതെന്ന് വിശ്വസിച്ചതാ നിന്റെ അച്ഛന്റെ മണ്ടത്തരം. ഹരിതേ, എനിക്കറിയാവുന്ന പ്രകാശേട്ടൻ സാക്ഷാൽ കാലം വന്ന് 10 രൂപ കടം ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആളാ. കാലനെ ഭയക്കാത്ത ആക്ക കരുണാകർ കുറിപ്പിനെ ഭയം. മനോജ്, അപ്പൊ നീ പറയുന്നത് പ്രകാശേട്ടൻ അച്ഛനും അമ്മയെ ഓടിച്ചു വിട്ടത് കോടികൾ സ്വന്തമാക്കാനാണെന്നാണോ? അതെ, അതാ ഇപ്പൊ എന്റെ ഉറക്കം കെടുത്തുന്നത്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എങ്കിൽ അച്ഛനെ അമ്മയും കണ്ടെത്തി എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണം. അതിന് നമ്മൾ വിചാരിച്ച സാധിക്കുവോ? നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷെ നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സാധിക്കും. കുറുപ്പച്ചൻ വിചാരിച്ചാൽ മാത്രം.
നീ നിന്റെ അച്ഛനെ വിളിച്ച് പറ. മനോജ് അത് വേണ്ടെങ്കി വേണ്ട, വിട്ടേക്ക്. അമ്മ അച്ഛന്റെ കയ്യും പിടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ 3 നില കെട്ടിടം പണിയാനുള്ള ആഭരണങ്ങൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. നേരം വെളുത്തില്ല. ഏതവനാ ഈ കൊച്ചുളുപ്പാങ്ങളെ വിളിക്കുന്നത്? നാശം കണ്ണും കാണാൻ പറ്റുന്നില്ല. എന്നെ കണ്ണട എങ്ങടുത്ത്. ആ ഹരിതമോള. ഓ, അപ്പൊ ഹരിതക്കുട്ടിയായിരുന്നല്ലേ? പോയൊരു ചായ എടുത്തിട്ടോ. ശരി. ഗുഡ് മോർണിംഗ് ഹരിതമോളെ. എന്താണ് രാവിലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട് അച്ഛാ. അച്ഛനൊന്ന് ഇടപെട്ടേ പറ്റൂ. മോള് കാര്യം പറ. എത്രയും പെട്ടെന്ന് മനോജിന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണം. ഇതെന്തോ ഇപ്പൊ എങ്ങനെ?